വെൽക്കം ടു ദി സെലിബ്രേഷൻ സർ. പ്രതീക്ഷിച്ചില്ല വിളിക്കുന്ന, ഷോക്കായി പോയി. ഞാനും തീരെ പ്രതീക്ഷിച്ചില്ല. സിനിമ ലോകത്ത് നിന്ന് കുറച്ച് അകലം പാലിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നിങ്ങളെയൊക്കെ ആരാധിക്കുന്ന ആളുമാണ്. ഞാനിവിടെ എത്താൻ കാരണം ഒരു 30-32 വർഷമായി ഷൗക്കത്തുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പേരിലാണ്. ഒരു 30-32 വർഷം മുമ്പ് മുതൽ അദ്ദേഹം മനസ്സിൽ താലോലിക്കുന്ന സിനിമയുടെ സ്വപ്നങ്ങൾ ഏതാണ്ട് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ലെൻസ്മാൻ സ്റ്റുഡിയോയുടെ വരാന്തയിലിരുന്ന് ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അവിടെ തന്നെയാണ് ഞാൻ എൻ്റെ സഞ്ചാരം ആരംഭിച്ചത്. അപ്പോൾ ഈ സഞ്ചാരം ആരംഭിക്കുമ്പോൾ അതിന് നിമിത്തമായ അല്ലെങ്കിൽ അതിന് പ്രകടമല്ലാതെ കാരണക്കാരനായ ഒരു വലിയ മനുഷ്യനും ഇപ്പം എൻ്റെ മുമ്പിലുണ്ട്. അത് മമ്മൂക്കയ്ക്ക് പോലും അറിയാത്തൊരു രഹസ്യമാണത്. ഞാൻ പലപ്പോഴും അത് സഞ്ചാരത്തിലൂടെ, സഫാരിയിലൂടെ സഞ്ചാരത്തിൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങയ്ക്ക് വേണ്ടി കൊണ്ടുവന്നത് എന്ന് ഷൗക്കത്ത് പറഞ്ഞ ഒരു ക്യാമറയാണ്. അത് വഴിതെറ്റി എൻ്റെ കയ്യിൽ വന്ന് ആ ക്യാമറയുമായിട്ടാണ് ഞാൻ എൻ്റെ സഞ്ചാരം ആരംഭിച്ചത്. ഒരു ദിവസം ലെൻസ്മാനിലേക്ക് ഞാൻ പതിവ് പോലെ വൈകുന്നേരം എഡിറ്റിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ കാത്തിരിക്കണം. എറണാകുളത്ത് 1-2 സ്റ്റുഡിയോ എന്നുള്ളൂ. അപ്പോൾ വരാന്തയിൽ ഇങ്ങനെ കാത്തിരുന്നാലാണ് സീരിയലുകളുടെ ഒക്കെ ഇടവേളകളിലാണ് സഞ്ചാരം പോലുള്ള ദുർബലമായ ഒരു പരിപാടിക്ക് അവസരം തരിക. 2 കാര്യങ്ങളാണ്. ഒന്ന്, സീരിയലിനെ സമയം കൊടുത്താൽ പൈസ രൊക്കം കിട്ടും. സഞ്ചാരത്തിന് പൈസ ചിലപ്പോൾ കുറച്ച് ഡിലേ ആവും. അങ്ങനെ ഒരു ദിവസം ചെല്ലുമ്പോൾ ഷൗക്കു എൻ്റെ അടുത്ത് പറഞ്ഞു, സന്തോഷേ, ഒരു ഗംഭീര ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ്? ഒരു നല്ല ക്യാമറ, ഏറ്റവും ലേറ്റസ്റ്റ് ക്യാമറയുടെ. ഷൗക്കു കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു 10 മിനിറ്റോളം അദ്ദേഹം ക്യാമറയെ വർണ്ണിച്ചു, ആ ക്യാമറയുടെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു. അത് കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറി മറിയുമെന്ന് വിവരിച്ചു. ഇതെല്ലാം കഴിച്ചിട്ട് പറഞ്ഞു, അത് പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലില്ല, അത് തിരുവനന്തപുരം എയർപോർട്ടിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അത് DV ക്യാം എന്ന് പറയുന്ന ക്യാമറ കേരളത്തിൽ ആദ്യമായിട്ട് വരികയാണ് സാധനം. അത് ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത് നിങ്ങൾക്കറിയോ? മമ്മൂക്കയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനമാണ്. ഇവിടെ കേരളത്തിൽ ആർക്കും അങ്ങനെ ഒരു ക്യാമറ ഉള്ളതായിട്ട് അറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു ക്യാമറ ഇറങ്ങിയിട്ടുണ്ട്, ഷൗക്കത്ത് ആ ക്യാമറ വേണം, കൊണ്ടുവരും. ഇങ്ങനെ കൊണ്ടുവന്ന വഴിയാണ് എയർപോർട്ടിൽ കുടുങ്ങിപ്പോകുന്നത്. അപ്പോൾ ഷൗക്കത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ അത് എയർപോർട്ടിൽ നിന്ന് ഇറക്കണമെങ്കിൽ ഇത്ര പൈസ വേണം, അതിങ്ങനെ എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് വരാം. അങ്ങനെ ഞാൻ ഷൗക്കും കൂടെ തിരുവനന്തപുരത്ത് പോകുന്നു. അവിടുന്ന് ഒരു ദിവസത്തെ അധ്വാന ഫലമായിട്ട് പുറത്തിറക്കുന്നു, അതുമായിട്ട് വരുന്നു. പക്ഷേ അത് പിന്നീട് മമ്മൂക്കയിലേക്ക് പോയില്ല. ആ ക്യാമറ എൻ്റേതായി മാറുകയായിരുന്നു. ആ ക്യാമറ കയ്യിലേക്ക് കിട്ടിയ ആ ദിവസങ്ങൾ മുതലാണ് ശരിക്കും അവിടുന്ന് 1 മാസത്തിനകം ഞാൻ നേപ്പാളിലേക്ക് ക്യാമറയുമായിട്ട് യാത്ര ചെയ്യുന്നത്. കാരണം അക്കാലത്ത് യുമാറ്റിക്കും DV ക്യാമും ഒക്കെ ഉള്ള കാലത്ത് 6-7 ആളെയും കൂട്ടി ലോകയാത്ര നടത്തി സഞ്ചാരം പോലെ ഒരു പരിപാടി ഉണ്ടാക്കുക അസാധ്യമാണ്, സ്വപ്നം കാണാൻ പറ്റില്ല. പക്ഷെ DV ക്യാം വളരെ കോമ്പാക്റ്റ് ആയ ക്യാമറ ആയിരുന്നുകൊണ്ടും എനിക്ക് തന്നെ ഇതെല്ലാം ചെയ്യാമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് നടന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ എത്താൻ കാരണം 2 പേരോടുള്ള നന്ദി സൂചകമായിട്ടാണ്. ഒന്ന്, ഈ രംഗത്തേക്ക് വെച്ച് നടന്ന ഒരു കാലത്ത് എന്നെ ഏറെ സഹായിച്ച, എന്നെ നയിച്ച ഷൗക്കത്തിനോട്, ഒപ്പം അദൃശ്യമായി അതിന് പ്രേരണയായ, അതിന് കളമൊരുക്കിയ മമ്മൂക്കയോടുള്ള നന്ദി. ആ സഞ്ചാരമാണ് പിന്നീട് സഫാരി എന്ന ചാനലായി മാറിയത്, എൻ്റെ ഈ ദൗത്യക്കെല്ലാം കാരണമായത്. അപ്പോൾ അദ്ദേഹത്തോട് മറ്റൊരു നന്ദി കൂടി പറയാനുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ആദ്യം കാണുക അല്ല, എൻ്റെ പിതാവ് അങ്ങയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചപ്പോൾ അങ്ങയെ കാണാൻ ഗുരുവായൂർ എലൈറ്റ് ഹോട്ടലിൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ എൻ്റെ പിതാവ് വന്ന കൂടെ ഒരു വിദ്യാർത്ഥിയായിരുന്ന ഞാനും വന്നിട്ടുണ്ട്. ചമയങ്ങളില്ലാതെ എന്ന മമ്മൂക്കയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് ഞങ്ങളായിരുന്നു, എൻ്റെ പിതാവായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ബന്ധങ്ങളുടെ ഓർമ്മ പുതുക്കൽ കൂടിയാണ്. ഈ സിനിമയുടെ മുന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. Thank you so much, sir. Thank you for being part of this success celebration. നല്ലൊരു ഐഡിയ ആവാം, ഇതുവരെ കേൾക്കാത്ത ഒരു കഥ നമ്മൾ കേട്ടു.